ഉഷ്ണമേഖല, ഉപ ഉഷ്ണമേഖല തീരപ്രദേശങ്ങളിൽ കണ്ടൽ കാടുകൾ കരയ്ക്കും കടലിനുമിടയിലുള്ള ഒരു സുപ്രധാന പാലമായി നിലകൊള്ളുന്നു. ജീവൻ സംരക്ഷിക്കുകയും പരിപോഷിപ്പിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്നു. കടൽ വെള്ളവും ശുദ്ധജലവും കൂടിച്ചേരുന്ന ഇന്റർടൈഡൽ സോണുകളിൽ വളരുന്ന ഉപ്പുവെള്ളത്തെ സഹിക്കുന്ന മരങ്ങളും കുറ്റിച്ചെടികളുമാണ് കണ്ടൽ കാടുകൾ. ലോകമെമ്പാടുമായി ഏകദേശം 70 ഇനമുണ്ട്. പ്രധാനമായും ഇന്ത്യ, ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിൽ ഇവ കാണപ്പെടുന്നു. അവയുടെ സങ്കീർണമായ വേരുകളുടെ സംവിധാനങ്ങൾ തീരദേശ മണ്ണിനെ സ്ഥിരപ്പെടുത്തുന്നു. മണ്ണൊലിപ്പ് കുറയ്ക്കുകയും തിരമാലകളുടെയും കൊടുങ്കാറ്റിൻ്റെയും ഊർജം ആഗിരണം ചെയ്യുകയും ചെയ്യുന്നു. 1 ഹെക്ടർ വിസ്തൃതിയുള്ള കണ്ടൽ കാടുകൾക്ക് കരയിലെത്തുന്നതിനു മുമ്പ് തിരമാലയുടെ ഉയരം 66% വരെ കുറയ്ക്കാൻ കഴിയും. കാലാവസ്ഥാ വ്യതിയാനം ലഘൂകരിക്കുന്നതിൽ കണ്ടൽ കാടുകൾ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. അവ അവയുടെ ജൈവ വസ്തുക്കളിലും അടിയിലെ മണ്ണിലും കാർബൺ സംഭരിക്കുന്നു. ഉഷ്ണമേഖലാ മഴക്കാടുകളേക്കാൾ 4 ഇരട്ടി വരെ. നീല കാർബൺ വേർതിരിക്കൽ എന്ന് വിളിക്കപ്പെടുന്ന ഈ പ്രക്രിയ ആഗോളതാപനം മന്ദഗതിയിലാക്കാൻ സഹായിക്കുന്നു. കണ്ടൽക്കാടുകൾ 3000-ത്തിലധികം സമുദ്രജീവികൾക്ക് പ്രജനനത്തിനും നഴ്സറിക്കും ഇടം നൽകുന്നു. വാണിജ്യപരമായി പ്രധാനപ്പെട്ട മത്സ്യങ്ങളും കക്കയിറച്ചിയും ഇതിൽ ഉൾപ്പെടുന്നു. കണ്ടൽക്കാടുകളില്ലെങ്കിൽ തീരദേശ മത്സ്യബന്ധനത്തിന് അവയുടെ ജീവിതത്തിൻ്റെ അടിത്തറ നഷ്ടപ്പെടും. സാന്ദ്രമായ വേരുകളുടെ സംവിധാനങ്ങൾ അവശിഷ്ടങ്ങളെ കുടുക്കുന്നു. നൈട്രേറ്റുകൾ, ഫോസ്ഫേറ്റുകൾ പോലുള്ള മലിനീകരണ വസ്തുക്കളെ ഫിൽട്ടർ ചെയ്യുന്നു. കൂടാതെ ദോഷകരമായ ഒഴുക്ക് പവിഴപ്പുറ്റുകളിലേക്കും കടൽ പുല്ലുകളിലേക്കും എത്തുന്നത് തടയുന്നു. ഈ പ്രകൃതിദത്ത ശുദ്ധീകരണം തീരദേശ ആവാസ വ്യവസ്ഥയെ ആരോഗ്യകരമായി നിലനിർത്തുന്നു. ദശലക്ഷക്കണക്കിന് തീരദേശ കുടുംബങ്ങളെ നിലനിർത്തുന്നതിന് കണ്ടൽക്കാടുകൾ തടി, തേൻ, മരുന്ന്, മത്സ്യബന്ധനം എന്നിവ നൽകുന്നു. ആഗോള പഠനങ്ങളനുസരിച്ച് കൊടുങ്കാറ്റിൻ്റെ ആഘാതം കുറയ്ക്കുന്നതിലൂടെ കണ്ടൽക്കാടുകൾ എല്ലാ വർഷവും $65 ബില്യൺ മൂല്യമുള്ള സ്വത്ത് നാശനഷ്ടങ്ങൾ തടയുന്നു. എന്നിരുന്നാലും കഴിഞ്ഞ 50 വർഷത്തിനുള്ളിൽ ലോകത്തിലെ കണ്ടൽക്കാടുകളുടെ 1/3 ഭാഗവും നമുക്ക് നഷ്ടപ്പെട്ടു. തീരദേശ വികസനം, മത്സ്യകൃഷി, മലിനീകരണം എന്നിവ കാരണം. കണ്ടൽക്കാടുകളെ സംരക്ഷിക്കുന്നതും പുനഃസ്ഥാപിക്കുന്നതും ഇപ്പോൾ എക്കാലത്തേക്കാളും അടിയന്തിരമാണ്. ഇന്ത്യയിലും ലോകമെമ്പാടും സമൂഹങ്ങളും ശാസ്ത്രജ്ഞരും പ്രകൃതിദത്ത തടസ്സങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിനും ജൈവ വൈവിധ്യത്തെ പുനരുജ്ജീവിപ്പിക്കുന്നതിനും ഭാവി തലമുറകൾക്ക് ഉപജീവനമാർഗം സുരക്ഷിതമാക്കുന്നതിനുമായി കണ്ടൽക്കാടുകൾ വീണ്ടും നടുന്നു. കണ്ടൽക്കാടുകൾ വെറും മരങ്ങളല്ല, അവ ജീവന്റെ സംരക്ഷകരാണ്. സുരക്ഷിതമായ ഒരു തീരത്തിനും മികച്ച നാളെക്കും വേണ്ടി അവയെ സംരക്ഷിക്കാൻ നമുക്ക് കൈകോർക്കാം.